ഇന്ന് രാവിലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നുണ്ടാകുന്നത്. ബാലരാമപുരം കോട്ടുകൽ കോണം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടെ രാവിലെ ഒരു കുഞ്ഞിനെ 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയാണ്. അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ദുരൂഹത അല്ലെങ്കിൽ ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ 2 വയസ്സുകാരിയായ കുട്ടി, വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഈ കുട്ടി എങ്ങനെയാണ് ഈ കിണറ്റിൽ എത്തിയത്, അല്ലെങ്കിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്താനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയർന്നത്. പക്ഷേ ഇവിടെ ഈ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്ന അമ്മയെയും അച്ഛനെയും അച്ചമ്മയെയും അതുപോലെ കുഞ്ഞിൻ്റെ മൂത്ത സഹോദരിയെയും ഈ അമ്മയുടെ സഹോദരനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ വ്യത്യസ്തങ്ങളായ മൊഴികളാണ് ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരൂഹത ഏറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കിണറ്റിലേക്കാണ് കുഞ്ഞ് വീണ് കിടന്നത്, അല്ലെങ്കിൽ ഈ കിണറ്റിലാണ് കുഞ്ഞിനെ കാണാനില്ലാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഈ കിണറ്റിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിരാവിലെ പുലർച്ചെ തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുന്നു എന്ന കുഞ്ഞിൻ്റെ അമ്മമ്മ പറഞ്ഞിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കാണാനില്ല എന്ന് കുഞ്ഞിൻ്റെ അമ്മ തന്നെ കുഞ്ഞിൻ്റെ മൂത്ത സഹോദരിയോട് പറയുകയായിരുന്നു. അതിനെ തുടർന്ന് മറ്റുള്ളവരും ഇവിടേക്ക് എത്തുന്നു. എല്ലാവരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നു. ഏകദേശം 5 മണിയോടുകൂടി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിരുന്നു എന്ന് കുഞ്ഞിൻ്റെ അമ്മമ്മ വെളിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ കാണാനില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. ഏറ്റവും ഒടുവിലാണ് 8 മണി സമയത്തോടു കൂടിയാണ് ഈ കിണറ്റിലേക്ക് പരിശോധന എത്തുന്നത്. കിണറ്റിൽ കുഞ്ഞിൻ്റെ മൃതദേഹമുണ്ടെന്ന് കണ്ടെത്തുന്നത് 8 മണിയോടുകൂടിയാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതായത് ദുരൂഹത എന്ന് പറയുമ്പോൾ ഈ വീടിന് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ വ്യക്തമായ ചിത്രം ഏതാണ്ട് ഞങ്ങൾക്കറിയാം. ഒരു വാർഡ് മെമ്പർ നിലയ്ക്ക് എനിക്കറിയാം. കാരണം എന്നോടും പലരും സാമ്പത്തികം വാങ്ങിക്കൊടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീട്ടിലെ കുട്ടിയുടെ ഈ ശ്രീധുവിൻ്റെ, അതായത് മരിച്ചുപോയ കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചതിൻ്റെ 16 ഇത് കഴിയട്ടെ വാങ്ങാമെന്ന് പറഞ്ഞാണ് നിന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആളുകളുടെ പുലർച്ചെ ഈ പ്രദേശം കേൾക്കുന്നത് ഞെട്ടലോടുകൂടിയാണ്. കുട്ടിയെ കാണാനില്ല എന്നാണ് അറിഞ്ഞത്. കുട്ടി മരിച്ചു എന്നല്ല, കാണാനില്ല. അപ്പോൾ അങ്ങനെ ഈ സംഭവം അറിഞ്ഞ് ഞാനും ഉദ്ദേശിച്ച ഒരു 6 മണിയോടുകൂടി ഞാൻ വിളിക്കുക 6:30 ഞാനെത്തി. ചോദിക്കുമ്പോൾ ശ്രീധുവിൻ്റെ അമ്മയും രാഗിണിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കാണാനില്ല. രാവിലെ കുട്ടിയുടെ അമ്മ ശ്രീധു ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് കുട്ടിയെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴേക്ക് കുട്ടി കരയുന്നതായിട്ട് കേട്ടു. അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മ മോള് കരയുമെന്ന് പറഞ്ഞു. തിരിച്ചു വരും നോക്കുമ്പോഴേക്ക് കുട്ടിയെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനിടയ്ക്ക് അവർ വീണ്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ എന്തെങ്കിലും സംശയമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ 2 മണിക്ക് ഇവിടെ വന്നതായിട്ട് മൂത്ത കുട്ടി കാണുന്നു. 5 വയസ്സോളം പ്രായമുള്ള ഈ മരിച്ച കുട്ടിയുടെ മൂത്ത കുട്ടി കാണുന്നു. അപ്പോൾ ഞാൻ ആ മോളോട് ചോദിച്ചു മോളെ വന്നത് ആണാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഇതിന് പറഞ്ഞു അതെനിക്ക് വ്യക്തമല്ല, ഞാൻ നിഴലാണ് തന്നെ. എത്ര മണിക്കാണ്? 2 മണി. ഉച്ചയ്ക്ക് 2 മണിക്കല്ല, വെളുപ്പിന് 2 മണിക്കാണ്. അപ്പോൾ ആകെ കൂടെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. പിന്നെ മുറിക്കകത്ത് കുറേ ഒരു മുറിയിൽ തീ പിടിച്ച കുറേ ലക്ഷണമുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് തീ പിടിച്ചു. അത് ഞങ്ങൾ വെള്ളമൊഴിച്ചും കാണാൻ ചോദിച്ചു. ഈ 2 മണി സമയത്തൊക്കെ തീ പിടിക്കണമെങ്കിൽ എന്താ മണ്ണെണ്ണയുടെ സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ പിന്നെ പോലീസ് എത്തി. പോലീസൊക്കെ ഇങ്ങനെ പരിശോധിച്ചു. അപ്പോൾ എല്ലാം വന്ന പോലീസടക്കം നാട്ടുകാരടക്കം താഴോട്ടൊക്കെ പരിശോധിക്കുകയാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് പോയ വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വന്ന പോലീസ് DSP അദ്ദേഹമാണ്. ഞാൻ നോക്കിയപ്പോൾ കിണർ തുണി വർഷങ്ങളായിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കണം. അപ്പോൾ കാറ്റും വെയിലൊക്കെ ഉറച്ചിരിക്കുമല്ലോ, അതിലൊരു ഭാഗം ലേശം മാറി നിൽക്കും കുറച്ച്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എങ്ങനെ ഞാൻ മാറി. അപ്പോൾ ഒരു അഗ്നിയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് തുണി ഞങ്ങൾ അവിടെയാണ് കഴിയുന്നത്. അങ്ങനെ അതുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞ് വരുത്തി. ഫയർഫോഴ്സ് ഒന്ന് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അവർ പറഞ്ഞു ബോഡി കിണറ്റിനകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുഞ്ഞ് കിണറ്റിൽ കിടക്കുന്ന ഒരു നാട്ടുകാർ പറയും. ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത്. എത്ര മണിയോടുകൂടിയാണ് ഇതൊരു ഉദ്ദേശം ഒരു 8:30-9 മണിയാവും. മരണപ്പെട്ട ഈ ദേവേന്ദുവിൻ്റെ അമ്മാവൻ ഹരികുമാറിലേക്ക് ഈ ഒരു അന്വേഷണം എത്തി നിൽക്കുകയാണ്. ഹരികുമാർ കുറ്റം സമ്മതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ ഹരികുമാർ ഈ കുട്ടിയെ ജീവനോടുകൂടിയാണ് കിണറ്റിലേക്ക് ഇട്ടത് എന്നുള്ള കാര്യം കൂടി, അത്തരത്തിലൊരു മൊഴി കൂടിയാണ്, കുറ്റസമ്മതമാണ് നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ്. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ രാവിലെ മുതലുള്ള ഈ ദുരൂഹമായ ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയും സഹോദരനും അതുപോലെ ഈ ശ്രീധുവിൻ്റെ സഹോദരനും അതുപോലെ അമ്മമ്മയും ഒക്കെ വ്യത്യസ്തങ്ങളായ മൊഴികളാണ് നൽകിക്കൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ദുരൂഹത നീങ്ങുവാൻ വേണ്ടി പോലീസ് കൃത്യമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. മറ്റൊന്ന്, ഈ സഹോദരിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ ഹരികുമാർ സ്വയം കുറ്റം ഏറ്റെടുത്തതാണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയെ ഇപ്പോൾ കൊന്നത് താനാണ്, താൻ ഒറ്റയ്ക്കാണ് കുട്ടിയെ കൊന്നത്, ജീവനോടുകൂടി കിണറ്റിലേക്ക് ഇടുകയായിരുന്നു എന്ന് ഹരികുമാർ സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത്.